നമസ്കാരം, എല്ലാവർക്കും KL36 ബ്ലോഗറിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു വാഹന സംബന്ധമായ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, അതായത് റിവ്യൂസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബജാജിൻ്റെ ഡൊമിനോർ 400 എന്ന് പറഞ്ഞൊരു ബൈക്ക് എല്ലാവർക്കും, അതായത് 400 സീരീസിലെ ഡൊമിനോർ 400 എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡൊമിനോറിൻ്റെ 250 സെഗ്മെൻറ്റിൽ ഡൊമിനോർ 250 എന്ന് പറഞ്ഞൊരു മോഡൽ ബജാജ് ഇറക്കി. ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആ വണ്ടിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഡൊമിനോർ 250യുടെ റിവ്യൂ ആണ്. ചെറിയൊരു റിവ്യൂ ആണ്, വലിയ വലിയ ചാനലിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തേണ്ട. നമ്മളെ കൊണ്ടാകാവുന്ന നമുക്കറിയാവുന്ന സെറ്റപ്പിൽ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമ്മൾ റിവ്യൂ തുടങ്ങുന്ന മുമ്പ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാണ്ട് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ താമസിക്കാണ്ട് തന്നെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകട്ടെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വണ്ടിയുടെ ഈ ഒരു ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ അഗ്രസീവും സ്പോർട്ടി ആയിട്ടൊരു ലുക്കാണ് ഡൊമിനോർ 250 എന്ന് പറയുന്നത്. നമ്മൾ ഡൊമിനോർ 400 കണ്ട സെയിം ലുക്ക് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വ്യത്യാസങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ വണ്ടിയിൽ ഒരുപാട് ചേഞ്ചസുകളുണ്ട്. അത് ഓരോ സൈഡിലും നമുക്ക് എടുത്ത് പറയാം, അത് ഓരോ നമുക്ക് വഴിയെ കാണിക്കാം. അപ്പോൾ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് ഒരു ഹ്യൂജ് ഒരു ഹെഡ് കാണാം. അപ്പോൾ ഈ ഒരു ഹെഡിൻ്റെ ഫോണിലായിട്ട് ഒരു ചെറിയ ഇതിന് ചേരുന്ന രീതിയിൽ സ്റ്റൈലിഷായ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സൈഡിൽ. പിന്നെ വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു രണ്ട് സൈഡിലും ഡേറ്റ റണ്ണിംഗ് ലാമ്പ് ഉണ്ട്, ഒരു LED ഹെഡ്ലൈറ്റ് ഉണ്ട്. പ്രൊജക്ടർ ലാമ്പൊന്നുമല്ല, നോർമൽ ഒരു LED ഹെഡ്ലൈറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു സസ്പെൻഷൻ, അതായത് USD സസ്പെൻഷനാണ്. അതിനെ ഈ ഒരു മഡ്ഗാർഡിൻ്റെ ഈ ഒരു ചെറിയ പീസ് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് മണ്ണും ചെളിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടി പോകുമ്പോൾ ഫോക്കിലേക്ക് മണ്ണും ചെളിയൊന്നും അടിക്കാണ്ടിരിക്കാൻ ഈ ഒരു പീസ് ഒരുപാട് അതിന് പ്രയോജനം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പറയാനുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഇൻഡിക്കേറ്റേഴ്സ് ശരിക്കും ഒരു നാരോ ഡിസൈനിലാണ് വരുന്നത്. എന്നാൽ ഒരുപാട് മറ്റേ ബൾക്കി ആയിട്ടുള്ള സീനിലൊന്നുമല്ല, പക്ഷെ ചെറിയ നാരോ ടൈപ്പിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതും കാണാൻ നല്ല വിസിബിലിറ്റിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അത് നിങ്ങളെ ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാട്ടെ. ഇപ്പോൾ കണ്ടോ, ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അത്യാവശ്യം ലോങ്ങിൽ നിന്നാണെങ്കിൽ നല്ല രീതിക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഡിസൈൻ പാറ്റേണിലാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലൊരു ലുക്ക് വരുന്നത് ഏകദേശം ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്താണെങ്കിലും എടുത്ത് കാണിക്കുന്ന ഈ ഒരു ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് നമുക്ക് LED-യിലാണ് കേട്ടോ വരുന്നത് ഫുള്ള്. ഇവിടെ ഒരു ലൈൻ പോലെ രണ്ട് സൈഡിൽ നമുക്ക് കാണാം ടെയിൽ ലാമ്പ്. വളരെ ഒരു സ്റ്റൈലിഷാണ്. നമ്മൾ ഡൊമിനോർ 400 കണ്ട സെയിം ടെയിൽ ലാമ്പ് തന്നെയാണ്. ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മഡ് ഗാർഡ് ഈ ഇത്രയും രീതിക്ക് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈലൻസിനെ കുറിച്ച് വേണം നമ്മൾ പറയാനായിട്ട്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സൈലൻസറാണ്. സൗണ്ട് നമ്മൾ ഡൊമിനോറിൽ കണ്ട പോലെ വളരെ ബേസ് ഉള്ള ഒരു സൗണ്ടല്ല, എന്നാലും അത്യാവശ്യം ബേസ് ഉണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു സൗണ്ടാണ്, വളരെ അഗ്രസീവായി സ്പോർട്ടി ആയിട്ടൊരു സൗണ്ടാണ് ഇതിൻ്റെ സൈലൻസറിലുള്ളത്. ഞാൻ എന്തായാലും അതൊന്ന് സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഞാൻ ജസ്റ്റ് കൈ കൊടുക്കുവാണേ. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ കേട്ടില്ല, അത്യാവശ്യം ഒരു ഭീമാകാരമായിട്ട് ഒരു ലുക്ക് തരുന്ന ഒരു എക്സോസ്റ്റാണ് ഡൊമിനോർ 250 വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ. പിന്നെ നമ്മൾ ടെയിലിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കാണാം. നേരെ ഈ താഴത്തുണ്ട് കേട്ടോ റിഫ്ലക്ടർ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 250 എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. രണ്ട് സൈഡിലുണ്ട്, സെയിം തന്നെയാണ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കൊമ്പ് പോലെ ഇരിക്കുന്ന നമുക്ക് രണ്ട് ഗ്രാബ് റെയിൽ കാണാം. ഗ്രാബ് റെയിൽ അത്ര യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലൊക്കെ ഉള്ളൊരു ഗ്രാബ് റെയിലാണ്. അത്യാവശ്യമൊക്കെ പിടിച്ച് നോക്കിയിരിക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റാണ്.
ഈ റൈഡർ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ട്, അതായത് നമുക്ക് അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റ്, റൈഡർ സീറ്റാണിത്. പിന്നെ പില്ലിയൻ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലിയൻ സീറ്റിൽ നമുക്കിത് ഇവിടെ ഒരു ചെറിയ ഒരു ബാജിങ് കാണാം കേട്ടോ, ഒരു ഡൊമിനാറിൻ്റെ ഒരു ബാജിങ് കാണാം. പിന്നെ ഇതിൻ്റെ കംഫോർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കംഫോർട്ട് പ്രതീക്ഷിക്കേണ്ട, ഒരു 200 ബിലോ ഒക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും ബാക്കിൽ അത്യാവശ്യം ഇരുന്ന്. ബാക്ക് സീറ്റിന് അത്ര ഒരു കംഫോർട്ട് കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഈ ഒരു സ്വിംഗ് ആമ്പ് വന്നേക്കുന്നത് സ്ക്വയർ ടൈപ്പിലാണ്, അതായത് ഡോമിനോർ 400 വന്നേക്കുന്ന ടൈപ്പ് അല്ല വന്നിരിക്കുന്നത്. നമുക്ക് NS 200 കാണുന്ന ടൈപ്പിലുള്ള ഒരു സ്ക്വയർ ടൈപ്പിഡ് ഒരു സ്വിംഗ് ആമ്പാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ വരുന്നത് ബൈബൻ്റെ കാലിപ്പറോട് കൂടിയിട്ടുള്ള ഒരു 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, വിത്ത് ഡുവൽ ചാനൽ ABS കൂടി കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് പറയേണ്ടതാണ്. നല്ല സ്റ്റേബിളാണ് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെയും സെയിം ബൈബൻ്റെ കാലിപ്പറോട് കൂടി 300 mm ഒരു ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ വരുന്നത് നമുക്ക് WPയുടെ മോണോഷോക്ക് സസ്പെൻഷനാണ്. അത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സസ്പെൻഷൻ്റെ നമുക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഒരു ബോട്ടിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനോർ 400 അതുപോലെ തന്നെ NS 200 വന്നേക്കുന്ന ടൈപ്പ് നമുക്ക് ലിക്വിഡ് കൂളിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. അതിൻ്റേതായ ഒരു കൂളിംഗ് ലിക്വിഡൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാം കേട്ടോ, ഒരു പച്ച കളറിലായിട്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് വണ്ടിയുടെ ഈ ഒരു ടാങ്കാണ്. നമ്മൾ ഡൊമിനോർ 400 കണ്ട പോലെ തന്നെ അത്യാവശ്യം വലിപ്പം കൂടിയ ഒരു സൈസ് കൂട്ടൊരു ടാങ്ക് തന്നെയാണ് നമുക്ക് ഡൊമിനോർ 250 വരുന്നത് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 13 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് കണ്ടാലൊരു 15 എബോവ് തോന്നിക്കുമെങ്കിലും 13 ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം ബോഡിയൊക്കെ നമുക്ക് ഫൈബറിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിക്കാണ് വരുന്നത് കേട്ടോ. നമുക്കിവിടെ ഡൊമിനോർ എന്നുള്ള ഒരു ബാജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ ക്യാപ്പ് നമുക്ക് കാണാം. ഈ ഒരു രീതിയിലാണ് ക്യാപ്പ് വരുന്നത്. ഇനിയിപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ കേസ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയോടുകൂടി ഡോമിനോർ 400 കണ്ട ടൈപ്പ് ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം കംഫോർട്ടും തരുന്നുണ്ട് കേട്ടോ ലോങ് റൈഡിലൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ ഞാനിരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഹാൻഡിൽ ബാറിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത്തിരി ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ആയും വേണ്ട കേട്ടോ, വളരെ കംഫോർട്ടാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ചിൻ്റെ സ്ഥലത്തേക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റെഡ് കളറിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് കാണാം. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് LED ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റബിൾ ഒരു സ്വിച്ചസ് ആണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ എൻജിൻ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ഹോൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ വരുന്നത്. പിന്നെ ഇതിൻ്റെ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വിസിബിൾ തരുന്ന ഒരു മിറേഴ്സാണ്. അത്യാവശ്യം നമുക്ക്, അതായത് ഒരു നമ്മൾ റണ്ണിങ്ങിലാണെങ്കിൽ വൈബ്രേഷൻ അത്യാവശ്യം കുറവാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ കീ ഇടുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അത് ഇടാൻ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഒരു ഇത്തിരി റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടാണ് ആ ഒരു കീ ഇടുന്ന പൊസിഷൻ വരുന്നത്. പിന്നെ നമുക്കിനി മീറ്റർ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് മോഡിലാണ് കേട്ടോ ഈ മീറ്റർ കൺസോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വെളിച്ചത്തായാലും, അതായത് വെയിലുള്ള ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് കാഴ്ചയിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള മീറ്ററാണ് ഈ കാണുന്നത്. എന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ട്രിപ്പ് 1, 2 ട്രിപ്പ് മീറ്റർ കാണാം. പിന്നെ ഓഡോമീറ്റർ ഉണ്ട് ഇവിടെ. ട്രിപ്പ് മീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് 1, 2 ഈ രീതിയിലൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൽ കേജിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മീറ്റർ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം വരുന്നുണ്ട്. ഇതിലാകെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോമിനോർ 400 കണ്ട പോലെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ്റെ ഒരു അഭാവം ഈ ഒരു വണ്ടിയിൽ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ താഴെയായിട്ട് ഒരു എന്ന സ്വിച്ചിൻ്റെ ഇപ്പുറത്ത് ന്യൂട്രൽ ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, അതുപോലെ ഓയിലോടെ ഒരു ഇൻഡിക്കേഷൻ കാണാം. കൂടാണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് RPM ലിമിറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം. അത് ഹൈ RPM കയറ്റുമ്പോൾ അത് നമുക്ക് ലൈറ്റ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് S എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ട്രിപ്പ് 1, 2 ഏതെങ്കിലും ഇട്ടിട്ട് നമ്മൾ ആ എസ്സിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് 1 അല്ലെങ്കിൽ 2 നമുക്ക് 0യിലേക്ക് മാറ്റാൻ സാധിക്കും.
ആണ് ഇപ്പോൾ 0 ആയി. എനിക്ക് തോന്നണം ഇത് NS200 അല്ലെ 220 അപേക്ഷിച്ച് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് 0യിലേക്ക് ആകാനായിട്ട്. അത്യാവശ്യം ഡിലേ ആകുന്നുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഹോളിൽ പിടിക്കണമായിട്ട് എനിക്ക് ഒരു ഫീലിംഗ് തോന്നി. ഇപ്പോൾ എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയില്ല. അപ്പോൾ മീറ്റർ കൺസോളിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഏകദേശം ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു താഴത്തെ ടാങ്കിൽ നോക്കിയാലും ചെറിയൊരു മീറ്റർ കാണാം, കുറേ ഇൻഡിക്കേഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ വീൽ ബേസ് പറയുന്നുണ്ടെങ്കിൽ 17 mm ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടും ബാക്ക് വീൽ ബേസ് എന്ന് പറയുന്നത്. ടയർ സൈസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ടയർ എന്ന് പറയുന്നത് 180 ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ സൈസ് പറയുന്നത്. ഇപ്പോൾ ബാക്കിലത്തെ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 130/70 MRFിൻ്റെ നൈലോൺ ടയേഴ്സ് ആട്ടോ ഇതിൽ വരുന്നത്. ഇതിലും ഈ ഫ്രണ്ടിലും നമുക്ക് നൈലോൺ ടയേഴ്സ് തന്നെയാണ്. പിന്നെ പറയേണ്ട വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അലോയ് ആണ്. നമുക്ക് ഡോമിനോർ 250 വരുന്നത് 400 വരുന്ന പോലത്തെ ഡയമണ്ട് കട്ട് അലോയ്സ് അല്ല. അതേ സംബന്ധിച്ച് ഈ ഒരു രീതിയിലുള്ള നോർമൽ ടൈപ്പ് അലോയാണ്. പക്ഷേ ലുക്കിലും കാര്യത്തിലും വലിയ വൃത്തികേടും കാര്യങ്ങളും കിട്ടുക അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു അലോയ് വീല് തന്നെയാണ് നമുക്ക് ഡോമിനോർ 250 കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 248 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഡോമിനോർ 250 വരുന്നത്. അതേപോലെ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 8500 RPM 26.63 bhp ആണ് നമുക്ക് ഇതിൽ കിട്ടുന്ന മാക്സിമം പവർ. ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 RPM നമുക്ക് 23.5 Nm ടോർക്കാണ് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സ്പീഡ് പവർഫുൾ ഗിയർ ബോക്സ് നമുക്ക് ഈ ഒരു ഡോമിനാർ 250 വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിന് വളരെ എൻജിൻ സൈഡ് എന്ന് വെച്ചാൽ വളരെ ഒരു നീറ്റായിട്ടൊരു അറേഞ്ച് ചെയ്തിട്ടാണ് ബജാജ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോമിനോറിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു എൻജിൻ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻജിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൂക്ക് 250 കണ്ട പോലെ വളരെ അഗ്രസീവ്, അതായത് എടുത്ത് ചാടി പോകുന്ന ഒരു സെറ്റപ്പ് അല്ല ഇതിൻ്റെ ഒരു എൻജിൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇരിക്കുന്നത് ശരിക്കും ഒരു മിഡ് റേഞ്ചിലും ടോപ്പ് എൻഡിലും ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പവർ ഇരിക്കുന്നത്. ശരിക്കും പവർ ഡെലിവറി ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മിഡ് റേഞ്ചിലും അതേപോലെ തന്നെ ടോപ്പ് എൻഡിലുമാണ് ഇതിൻ്റെ ശരിക്കും ഒരു പവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്ക് അതേന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഡോമിനോർ 400 ഈ ഒരു 250 വന്നപ്പോൾ ഇതിലും ആ സെയിം സ്ലിപ്പർ ക്ലച്ച് തന്നെയാട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിലും. കൂടാണ്ട് നമുക്കിപ്പോൾ ട്രാഫിക്കിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ യാതൊരു വിധ കൈക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് ക്ലച്ച്. നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 157 mm ആണ് വണ്ടിയുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ താഴെയായിട്ട് നമുക്ക് ഈ സൈലൻസറിന് ഇവിടെ ഒരു ഗാർഡൊക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം നമ്മൾ ചെറിയൊരു രീതിയിൽ ഓഫ് റോഡിങ് കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കല്ലെന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നേരെ അത് വലിയ രീതിയിൽ നമ്മുടെ സൈലൻസറിലേക്ക് ബാധിക്കാത്ത രീതിയിലൊരു ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ബോണിയാണ് കേട്ടോ. അപ്പോൾ ബോണി ശരിക്കും എൻ്റെ ബ്രദർ, അതായത് എൻ്റെ അനിയൻ്റെ സുഹൃത്താണ്. അപ്പോൾ ബോണിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവൻ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര മാസം? 1 മാസം അല്ലേ? 3 മാസമായി. അപ്പോൾ 3 മാസമായി വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളൂ വണ്ടിയുടെ. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് അവനോട് ഡയറക്റ്റ് ചോദിച്ചു നോക്കട്ടോ. എന്തുകൊണ്ടാണ് ഈ 250 സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ ഡൂക്ക് 250 പോലെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് പവർഫുള്ളായ. അപ്പോൾ എന്തുകൊണ്ടാണ് നീ ശരിക്കും ഈ ഒരു ഡോമിനോർ 250 എടുക്കാനുള്ള കാരണം എന്താണ് ശരിക്കും? മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡൊമിനാറിനോടുള്ളൊരു ഇഷ്ടം തന്നെയാണ്. വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. പിന്നെ ലുക്ക് വൈസ് എല്ലാം നോക്കുവാണെങ്കിൽ തന്നെ വണ്ടി അടിപൊളിയാണ്. പിന്നെ വണ്ടിയുടെ മെയിനായിട്ടുള്ളൊരു സ്പോർട്സ് ടൂറാണല്ലോ. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിനാണ് മെയിനായിട്ട് എടുത്തത്, സ്പോർട്സ് ടൂറിങ്. പിന്നെ 400 എടുക്കാനുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് 250 ഇറങ്ങിയത് നമുക്ക് മെയിനായിട്ട് 250 ഇത് വന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര രൂപയുണ്ട് നമുക്ക് ഇത് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ? എത്ര രൂപയുണ്ട് ഓൺ റോഡ്? ഞാൻ എടുത്തപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ. മെയിൻ്റനൻസ് ആണെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൂ, അല്ലാണ്ട് നമുക്ക് അധികമായിട്ട് ചിലവൊന്നുമില്ല. പിന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡോമിനോർ 250 ഡോമിനോർ 400 വെച്ചല്ലേ നോക്കണം. 250 ഇപ്പോൾ നീ ഓടിച്ച ഇതിൽ എങ്ങനെയാണ് വണ്ടിയുടെ ഒരു നേച്ചറല്ലേ സ്വഭാവം എങ്ങനെയാണ് ശരിക്കും? വണ്ടി പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇനിഷ്യൽ പുള്ളിങ് ഉള്ളൊരു വണ്ടിയല്ല ഇത്. മെയിനായിട്ട് ഇതിൻ്റെ പവർ വരുന്നത് ഒരു മിഡ് റേഞ്ചൊക്കെ ആകുമ്പോൾ വണ്ടി അത്യാവശ്യം ഡീസൻ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു നോർമൽ സ്പീഡിലൊക്കെ ആണെങ്കിലും വണ്ടി സീനൊന്നുമില്ല. പിന്നെ ഡ്യൂക്ക് 250 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര അഗ്രസീവായിട്ടുള്ളൊരു വണ്ടിയല്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് പവർഫുള്ളായിട്ട് തോന്നുന്നില്ല. വണ്ടിയുടെ മെയിൻ പെർഫോമൻസ് പറഞ്ഞാൽ ആ ഒരു മിഡ് റേഞ്ചൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളൊരു 150 അല്ല 180 ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഈ ഒരു അതായത് 200 എബോവിലേക്ക് കയറുമ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ വണ്ടി?
അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി തന്നെയാണ്. കാരണം ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഒരു ബിഗിനർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഓടിക്കുന്നത് ഇതുപോലെ ഇരിക്കുമല്ലോ. നമ്മുടെ ആ ഒരു നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ആ ഒരു സ്റ്റൈൽ അനുസരിച്ചുള്ള വണ്ടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീനില്ല. ഇപ്പം നിൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നിനക്കിപ്പോൾ എത്രയാണ് കറക്റ്റ് ഹൈറ്റ്? എൻ്റെ ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 180 അബവ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് 2 കാലും കുത്തി നിൽക്കാം. പ്ലാന്റഡ് ഫുട്ടാണ്, ഒരു സീനും ഇല്ല. വണ്ടി എനിക്ക് ബാലൻസ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, കംഫർട്ടാണ് വണ്ടി. അപ്പോൾ അതിന് താഴത്തേക്കുള്ളവർ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എടുക്കണമായിരിക്കും നല്ലത്. കാരണം വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ നിൽക്കാന്നുണ്ടെങ്കിലേ വണ്ടി മര്യാദ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. കോർണറിംഗ് ഒക്കെ എങ്ങനെയുണ്ട് വണ്ടി? കോർണറിംഗ് ഒക്കെ സ്റ്റെബിലിറ്റി ഒക്കെ പക്കയാണ് വണ്ടി. എന്നുവെച്ചാൽ സീനൊന്നും ഇല്ല. വെയിറ്റ് നമുക്ക് റണ്ണിങ്ങിൽ നമുക്ക് വെയിറ്റ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നത്തേ ഇല്ല. ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നിർത്തി നമ്മൾ വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ വളയ്ക്കാനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വെയിറ്റ് ശരിക്കും നമുക്കൊരു ഭാരമാണത്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു നല്ല സൈസായിട്ടുള്ള ഒരാൾ ആണെങ്കിൽ സീനില്ല. പക്ഷേ അത്യാവശ്യം ഒരു ഹൈറ്റ് കുറഞ്ഞൊരു വലിയ സൈസൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വണ്ടി അത്യാവശ്യം എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. എത്ര ഉണ്ടാവും നമുക്ക് ഇതിന് മൈലേജ്? ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളെന്ന് പറഞ്ഞു, എന്നാലും ഇപ്പം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പം എനിക്ക് ഏകദേശം ഒരു 32-35 ആ റേഞ്ചിനിടയ്ക്ക് കിട്ടുന്നുണ്ട്. കമ്പനി നമ്മൾ എത്ര എടുക്കാൻ? കമ്പനി നമുക്ക് ഓഫർ ചെയ്യണത് ഒരു 35 കമ്പനി പറയണത്. ഏകദേശം അതിനോട് അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 32 ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 32 ഓളം വെച്ചാൽ ഒരു റഫായിട്ട് ഓടിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് മൈലേജ്. അത്യാവശ്യം ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോമിനാർ 250നെ കുറിച്ച് പറയാനുണ്ട്. ഇതിൻ്റെ ഞാൻ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 5.3 ആണ് എൻ്റെ ഹൈറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച്, അതായത് എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർക്ക് വണ്ടിയിൽ കംഫോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ നിൽക്കാമെന്ന് ചോദിച്ചാൽ നിൽക്കാം, 2 കാലം ഇങ്ങനെ കുത്തി നിൽക്കാം. പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് കുത്തിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കാലിൻ്റെ തുമ്പുകൊണ്ട് മാത്രം കുത്തി നിൽക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ഓടിക്കുന്ന സമയത്ത് യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടുമില്ല, അത് ആദ്യം തന്നെ എടുത്തു പോയാൽ. പക്ഷെ നമ്മൾ ഇതേപോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അതായത് കുറച്ച് കട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു മണ്ണ് പോലത്തെ സാൻഡുള്ള അങ്ങനെ ഏരിയയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇങ്ങനെ തള്ളിയെടുക്കണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം 180ഓളം കിലോ വെയിറ്റുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഡോമിനാർ 250 എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വണ്ടി നമ്മൾ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഷോറൂമിൽ പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. അതായത് ഹൈറ്റ്, എൻ്റെ ഒരു ഹൈറ്റുള്ള ആൾക്കാർ അതിൽ താഴത്തേക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വണ്ടികൾ നമ്മൾ ഏതെടുക്കുന്ന സമയത്ത് നമ്മൾ ഷോറൂമിൽ പോയി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ഓടിച്ച് നോക്കുക. എന്തോരം കംഫർട്ടാണ് നമ്മൾ ആ വണ്ടി നമുക്ക് തരുന്നത്. കുറച്ച് കിലോമീറ്റർ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം. അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് മാത്രം ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. നമ്മൾ ഈ ഒരു ഡോമിനാർ 250 എന്ന് പറഞ്ഞ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ, അതായത് നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റിവ്യൂ ആണ്. നമ്മൾ ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ആയിട്ട് തന്ന ബോണിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.